ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലോട്ട് എത്തിച്ചേർന്നതെന്നുള്ളത്. ശരിക്കും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ അവരുടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവർ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. കുഞ്ഞിലെയൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ അവർ മുതിർന്ന ക്ലാസ്സിലൊക്കെ എത്തി തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ ക്ലാസ്സും കാര്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്ക് പഠിച്ചിട്ട് വീട്ടിൽ പോകാനും അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. അങ്ങനെ ഞാൻ ജോലി ഉപേക്ഷിച്ചു വീട്ടിലായപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഹോസ്പിറ്റലാകുമ്പോഴത്തേക്കും ഒരു റെസ്റ്റ് ഇല്ലല്ലോ, അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്ക് തയ്ക്കാനറിയാം, വരയ്ക്കാനറിയാം, ഇങ്ങനെയൊക്കെ കുറച്ച് പൊടിക്കൈകൾ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കരുതി മക്കൾക്ക് വേണ്ടി തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ തയ്ച്ചിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുറത്ത് അറിയാൻ തുടങ്ങി. അങ്ങനെ പുറത്തുനിന്ന് വർക്ക് കിട്ടും, അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ചെറുതായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതും കൂടി ഞാൻ തുടങ്ങിയത്. പക്ഷേങ്കിൽ തയ്ക്കുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല നമ്മുടെ ഈ ഒരു ബേക്കിംഗ് എന്ന് പറയുന്നത്. കാരണം തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യൽ അറിയണം, പിന്നെ ഉണ്ടെങ്കിൽ ഒരു മെഷീൻ വേണം, ഇത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് അനുസരിച്ച് തയ്ച്ച് കൊടുത്താൽ മാത്രം മതി. ചിലവ് കുറവാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് കാശ് വേണം. അപ്പോൾ എനിക്ക് ആദ്യമേ ഒരു ചിന്തയുണ്ടായിരുന്നു, മറ്റൊരാളിൽ നിന്നും കാശ് വാങ്ങാതെ ഈ ഒരു കേക്ക് വിറ്റിട്ട്, ഓരോ കേക്കും വിറ്റിട്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് എനിക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഏത് ജോലി തുടങ്ങിയാലും അത് പകുതി വഴിയിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് മറ്റൊരാളെ കൊണ്ട് കാശ് ചിലവാക്കിച്ചിട്ട് ഞാൻ പകുതി വഴി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി നഷ്ടം വരും. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിലാവാം.